പകുതി വില തട്ടിപ്പ് കേസിൽ CSR ഫണ്ട് നൽകുമെന്ന് അനന്തകൃഷ്ണൻ പറഞ്ഞ കമ്പനികളോട് വിവരങ്ങൾ തേടാനൊരുങ്ങി പോലീസ്. ഉന്നത ബന്ധങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അനന്തകൃഷ്ണൻ വ്യക്തമായ മറുപടി പറയാത്തത് അന്വേഷണ സംഘത്തെ കുഴപ്പിക്കുകയാണ്. മലപ്പുറത്ത് പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരത്തിന്റെ ഓഫീസിലേക്ക് DYFI നടത്തിയ മാർച്ചിനിടെ സമരക്കാർ പോലീസിനു നേരെ കരിയോയിലൊഴിച്ചു. ഇതിനിടയിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി തൃശൂരിലെ സീഡ് കോർഡിനേറ്റർ വിജി ശശിയും രംഗത്ത് വന്നു. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുമ്പോഴും പ്രതി അനന്തകൃഷ്ണൻ CSR ഫണ്ട് ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇതോടെ CSR ഫണ്ട് നൽകുമെന്ന് അനന്തകൃഷ്ണൻ പറഞ്ഞ കമ്പനികളോട് പോലീസ് വിവരങ്ങൾ തേടാൻ തീരുമാനിച്ചു. നിലവിൽ പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് അനന്തകൃഷ്ണന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളിൽ ഇല്ല. CSR തുക ഒന്നും വന്നിട്ടില്ലെന്നാണ് പോലീസിന്റെ നിഗമനം. കുന്നത്തുനാട് 130 പേരുടെ പരാതിയിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തു. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വാരിയർ സൊസൈറ്റി എന്ന ചാരിറ്റബിൾ സംഘം നൽകിയ പരാതിയിലാണ് കേസ്. പറവൂരിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അനന്തകൃഷ്ണനൊപ്പം ഒരു ഡോക്ടറും പ്രതിയാണ്. ജനസേവ ട്രസ്റ്റിന്റെ ചെയർമാൻ ഡോക്ടർ മധുവിനെയാണ് പ്രതി ചേർത്തത്. 42 പരാതികളിലാണ് പറവൂരിൽ കേസെടുത്തത്. എറണാകുളം റൂറലിൽ 800 പരാതി ലഭിച്ചതിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 15 കേസുകളാണെന്ന് SP വൈഭവ് സക്സേന പറഞ്ഞു. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുറേ പരാതി ഡയറക്റ്റ് കിട്ടിയിട്ടുണ്ടോ, കുറേ പരാതി NGO വഴി കിട്ടിയിട്ടുണ്ട്. സോ അതിനകത്ത് ഇതുവരെ ഏകദേശം 15 FIR രജിസ്റ്റർ ആയിരുന്നു. പക്ഷേ ഈ 15 FIRൽ അറൗണ്ട് 200 പരാതിക്കാരുണ്ടാവും. കാരണം ഒരു NGO, പ്രത്യേകിച്ചും ഒരു കുന്നത്തുനാട്ടിൽ ഒരു NGOന് നമുക്ക് ഏകദേശം 130 ആൾക്കാരിൻ്റെ പരാതി ഒരു സിംഗിൾ FIR ഉണ്ടായിരുന്നു. സോ ഏകദേശം അറൗണ്ട് 200 ആൾക്കാരിൻ്റെ പരാതി ഈ 15 FIRൽ തന്നെ ഉണ്ടാവും. ഇപ്പോൾ എല്ലാ ആംഗിൾസ് ഓപ്പൺ ആണോ ഇൻവെസ്റ്റിഗേഷനിൽ. ഇത് എന്തെങ്കിലും തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ശക്തമായ നടപടി ഉണ്ടാവും. പകുതി വില തട്ടിപ്പിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി തൃശൂരിലെ സീഡ് കോർഡിനേറ്റർ വിജി ശശി രംഗത്തെത്തി. പൊതുപ്രവർത്തകരെയും ജനപ്രതിനിധികളെയുമാണ് പ്രധാനമായും ഉന്നമിട്ടിരുന്നതെന്ന് വിജി ശശി പറഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരടക്കം അനന്തകൃഷ്ണൻ സെക്രട്ടറിയായിരുന്ന ദേശീയ NGO കോൺഫെഡറേഷന്റെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും വിജി ശശി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇവർ ടാർഗറ്റ് ചെയ്തത് പൊതുപ്രവർത്തകരായിട്ടുള്ള, പ്രത്യേകിച്ചും നിലവിൽ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളെയും മുൻ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളെയാണ്. ഇവർ ആദ്യത്തെ യോഗത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകളെയാണ്. കാരണം നിങ്ങൾക്കാണ് ജനങ്ങളുടെ ഇടയിൽ വേരുറപ്പുള്ളത്, അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, കുറേ ആളുകൾക്ക് ഇത്തരം സഹായങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാണ് ചെയ്തത്. എന്നാൽ ഉന്നത ബന്ധങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാൻ അനന്തകൃഷ്ണൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പകുതി വില തട്ടിപ്പിൽ മലപ്പുറത്ത് പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരത്തിന്റെ ഓഫീസിലേക്ക് DYFI മാർച്ച് നടത്തി. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സമരക്കാർ പോലീസിന് നേരെ കരിയോയിലൊഴിച്ചു. ന്യൂസ് മലയാളം, കൊച്ചി, തൃശൂർ, മലപ്പുറം.